നമ്മുടെ പഴയ IPC ഇന്ത്യൻ പീനൽ കോഡിലെ 498A 498A വകുപ്പ് എന്ന് പറയുന്നത് ഗാർഹിക പീഡനത്തെ സംബന്ധിച്ചുള്ളതാണ്. അതായത് ഭർത്തൃമതിയായ ഒരു സ്ത്രീയെ ഭർത്താവോ ബന്ധുക്കളോ, ഭർത്താവിൻ്റെ ബന്ധുക്കളോ, അല്ലെ ഭർത്താവിൻ്റെ ബന്ധുക്കളോ അവരോട് ക്രൂരത കാണിക്കുന്നത്, ക്രൂവൽറ്റി കാണിക്കുന്നത് ഒരു ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്. അത് നോൺ ബെയിലബിൾ ഒഫൻസാണ്. അപ്പോൾ അതിൻ്റെ പർവിയിൽ വരുമോ? അതായത് ഒരു ബോഡി ഷെയ്മിങ് എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള ഒരാളുടെ ഒന്നിൽ ഇപ്പോൾ ഈ പെൺകുട്ടിയെ തടിച്ചി എന്ന് വിളിക്കുക, അത് കുറച്ച് വണ്ണം കാണും, അതിന് ചിലപ്പോൾ അതിനെ തടിച്ചി എന്ന് വിളിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് ഷേപ്പില്ല, ശരീരത്തിന് ഷേപ്പില്ല, നീ കാണാൻ കൊള്ളത്തില്ല, നിന്നെ കഴിയും നല്ല പെണ്ണിനെ അവന് കിട്ടിയാനേ, ഈ രീതിയിൽ ബന്ധുക്കൾ പറയുക. ഭർത്താവിൻ്റെ ബന്ധുക്കളെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ആളുകൾ വരും. ബന്ധുക്കളെന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ സഹോദരന്മാർ വരും, സഹോദരിമാർ വരും, അവരുടെ പങ്കാളികൾ വരും, അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇതൊക്കെ വരും. അവരെല്ലാം ബന്ധുക്കളാണ്. അപ്പോൾ അങ്ങനെ അവരെ ഇതേപോലെ ബോഡി ഷെയ്മിങ് ഒരു പെൺകുട്ടിയെ നടത്തുന്ന ഒരു കേസ് കേരള ഹൈക്കോടതി തീർപ്പാക്കാനിടയായി. അത് എന്തുകൊണ്ട് സ്വാഗതാർഹമായ ഒരു വിധിയാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ വിധി എന്ന് പറയുന്നത്. അത് ഈ ബോഡി ഷെയ്മിങ് നടത്തിയാൽ അത് ഭർത്താവിൻ്റെ സഹോദര ഭാര്യയാണ് ഈ ബോഡി ഷെയ്മിങ് നടത്തിയത്. ഈ പെൺകുട്ടിയെ, നീ ഡോക്ടറാണോ, യഥാർത്ഥത്തിൽ MBBS പാസ്സായാണോ? MBBS കാരി കൊച്ചാണ്. അത് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ നിനക്ക് ശരീരത്തിന് ഷേപ്പ് പോരാ, എവളാ തീരുമാനിക്കുന്നത് അതിന് ഷേപ്പ് പോരാന്ന്. അങ്ങനെ ഈ രീതി പറഞ്ഞ് ആ കുട്ടിയെ ആക്ഷേപിച്ചിട്ട് അവസാനം അതിന് ആ വീട്ടിൽ താമസിക്കാൻ വയ്യാത്ത ഒരു പരുവമായി അത് അവിടെ നിന്ന് പറക്കി കിട്ടി തിരിച്ചതിൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അതിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസ് റദ്ദാക്കണമെന്ന് കാണിച്ചാണ്, അതായത് ഭർത്തൃപിതാവുമാണ് അതിൽ 1ഉം 2ഉം പ്രതികൾ. ഈ ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഭാര്യയാണ് അതിൽ 3ആം പ്രതി. ഈ 3ആം പ്രതിക്കെതിരെയുള്ള ഒഫൻസ് നിൽക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അത് ക്വാഷ് ചെയ്യാനായിട്ട് വന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും ജസ്റ്റിസ് ബദറുദ്ദീൻ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. വളരെ നീതിയുക്തവും യഥാർത്ഥത്തിൽ ഉചിതവുമായ ഒരു തീരുമാനമാണ് അതിനകത്തുണ്ടായെന്നുള്ളതിന് സംശയമൊന്നുമില്ല. ശരിയായ ഇൻ്റർപ്രിട്ടേഷനാണ് ആ നിയമത്തെക്കുറിച്ച് നടത്തിയേക്കുന്നത്. കാരണം ഇതുപോലെ ഈ ബോഡി ഷെയ്മിങ് ആയാലും അതും ക്രൂവൽറ്റിയാണ്, ഒരു സംശയമില്ല. ശാരീരികമായി അതിനെ അധിക്ഷേപിക്കുകയാണ്. അപ്പോൾ മാനസികമായിട്ടോ ക്രൂവൽറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ ക്രൂവൽറ്റി എന്ന് പറഞ്ഞാൽ അടിയിടിയെന്ന് തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ പട്ടിണിക്കിടുക അത് ക്രൂവൽറ്റിയാണ്. ആഹാരം വാങ്ങിച്ചു കൊടുക്കാതിരുന്നാൽ ക്രൂവൽറ്റിയാണ്. അതേപോലെ തന്നെ ഈ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാതിരിക്കുന്നത് ക്രൂവൽറ്റിയാണ്. അപ്പോൾ ക്രൂവൽറ്റി എന്ന് പറയുന്നതിനകത്ത് ഒരു വളരെ വിശാലമായ ഒരു അർത്ഥത്തിൽ കാണണം. ശാരീരിക ഉപദ്രവം മാത്രമല്ല, മാനസിക പീഡനമാണെങ്കിൽ പോലും അത് ക്രൂവൽറ്റിയാണ്. മാനസികമായിട്ടും ക്രൂരത കാണിക്കാം. ഇതുപോലെ ഒരാളെ മാനസികമായിട്ട് തളർത്തല്ലേ, കാണാൻ കൊള്ളുകയില്ല, നിനക്ക് ഷേപ്പില്ല, ഇതിലും നല്ല പെണ്ണിനെ നിനക്ക് കിട്ടിയാനെ എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരാൾക്ക് മാനസികമായിട്ട്. അങ്ങനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ പോലും, മാനസിക പീഡനമായാൽ പോലും ഈ ക്രൂവൽറ്റിയുടെ പർവിയിൽ വരും എന്നുള്ള കാഴ്ചപ്പാട് വളരെ ശരിയാണ്. അത് ബന്ധുക്കൾ, ഇനി ഭർത്താവിൻ്റെ ബന്ധുക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഇത് വേറെ വീട്ടിൽ നിന്ന് വന്നതാണ് എന്നൊക്കെ പറയുന്നതിലൊന്നും അർത്ഥമില്ല. അത് ആ ബന്ധു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ബന്ധു തന്നെയാണ്, ഭർത്താവിൻ്റെ ബന്ധു തന്നെയാണ്. അപ്പോൾ അവിടെ താമസിച്ചുകൊണ്ടാണ് ഈ ഉപദ്രവം മുഴുവൻ ഈ സ്ത്രീ എടുത്ത് ഈ പെൺകുട്ടിയെടുത്ത് കാണിച്ചത്. അതിന് കേസ് രജിസ്റ്റർ ചെയ്തു, നല്ല കാര്യമാണ്. ആ കേസ് ക്വാഷ് ചെയ്യാൻ കൊടുത്തതിനകത്താണ് ഈ തീരുമാനം വന്നേക്കുന്നത്. വളരെ ഉചിതവും നീതിയുക്തവുമായ ഒരു തീരുമാനമാണ് ശ്രീ ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ കാഴ്ചപ്പാടോടുകൂടി വേണം യഥാർത്ഥത്തിൽ നിയമത്തെ വ്യാഖ്യാനിക്കാൻ. ഇങ്ങനെ തന്നെ ആയിരിക്കണം. കാരണം ഈ പെൺകുട്ടിക്ക് അനുകൂലമായിട്ട് വേണം ഈ നിയമം വ്യാഖ്യാനിക്കാൻ വരുമ്പോൾ. കാരണം ആവശ്യത അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് അവർ പലപ്പോഴും. അങ്ങനെ ഉള്ളപ്പോൾ, കാരണം ഇതിന് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുപോലല്ലേ, ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് കഴിക്കുക, അതിനായിട്ട് ആക്ഷേപിക്കുക, ഉപദ്രവിക്കുക, ശല്യം ചെയ്യുക, അവിടെ താമസിക്കാൻ വയ്യാതാക്കുക. ഏതായാലും അത് അവിടെ കളഞ്ഞിട്ട് പോകാനിടയായി. നല്ല കാര്യമേ ഉള്ളൂ, ആ കുട്ടി അവിടെ നിന്ന് പോയത് നല്ലതാണ്. കാരണം ഇല്ലെങ്കിൽ കൂടുതൽ ശാരീരികമായിട്ടുള്ള ഉപദ്രവം കൂടെ അതിന് വീണ്ടും വന്നിട്ട് പിന്നെ അതിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു സിറ്റുവേഷൻ വരും. അങ്ങനെ വരാതിരിക്കട്ടെ, ഒരു പെൺകുട്ടിക്കും ഇത് വരാതിരിക്കട്ടെ എന്നാണ് എനിക്ക് ഉള്ള എൻ്റെ ആഗ്രഹം. അതാണ്, ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ സംഭവിക്കരുത്. ഇങ്ങനെ സംഭവിച്ചാൽ പെൺകുട്ടികൾ വെറുതെ ഇരിക്കരുത്, കേസ് കൊടുക്കണം.
കേസ് കൊടുക്കുക. അത് മാത്രമല്ല അതിനകത്ത് യഥാർത്ഥത്തിൽ അതിൻ്റെ കുറ്റവാളികളെ ശിക്ഷിക്കുന്നത് വരെ അതിൻ്റെ കൂടെ നിൽക്കണം. കാരണം ഇത് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ ഒരു രോഗമാണ്. ആ രോഗം എന്ന് പറയുന്നത് ഒന്നുകിൽ പണം, ഇത് പണം കിട്ടിക്കാണും, പിന്നെ നോക്കുമ്പോൾ എന്താ അതിന് വിദ്യാഭ്യാസം ഇല്ലെന്ന് പറയാൻ ഒക്കത്തില്ല. കാരണം MBBS പാസ്സായതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ MBBSന്റെ ഡിഗ്രി ശരിയാണോ, യഥാർത്ഥ ഡിഗ്രി തന്നെയാണോ എന്ന് ചോദിച്ച് ഡിഗ്രി വാങ്ങിച്ച് പരിശോധിക്കുകയാണ് ഈ സ്ത്രീ. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ അതിന് ഒരിക്കലും അവിടെ താമസിക്കാൻ ഒക്കത്തില്ല. നമ്മുടെ ഈ സമൂഹത്തെ കാർന്നു നിന്ന രോഗങ്ങളിൽ ഒന്നാണ് ഈ സ്ത്രീധനം. അത് ഏതായാലും ആ ഒരു ആക്ഷേപം ഇതിനകത്ത് പറയുന്നത് ഞാൻ കണ്ടില്ല. പിന്നെ അടുത്തതാണ് ഇതേപോലെ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് സൗന്ദര്യമില്ല, കൊള്ളത്തില്ലെങ്കിൽ അവൻ കല്യാണം കഴിക്കരുതായിരുന്നു നേരത്തെ. അതിനെ പോയി കണ്ടിട്ടല്ലേ കല്യാണം കഴിച്ചത്, അല്ലാതെ അവർ വന്ന് നേരെ ഇനി വന്ന് വീട്ടിൽ വന്ന് കയറിയൊന്നും അല്ലല്ലോ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ തോന്നുക, ഇതിനെ ആ ബന്ധുക്കളെ കൊണ്ട് ഇതിനെ കുറ്റം പറയിപ്പിക്കുക. അതിന് ചിലപ്പോൾ ശരീരത്തിന് വണ്ണമുള്ള ഒരു കുട്ടിയാണെങ്കിൽ തടിച്ച് ഇതുപോലുള്ള ആ രീതിയിലെല്ലാം വിളിച്ച് ആക്ഷേപിക്കുക. ഹോർമോൺ ചേഞ്ച് കൊണ്ട് ആർക്കും ഉണ്ടാവാം ഈ വണ്ണമൊക്കെ, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞുമൊക്കെ ഇരിക്കാം. അപ്പൊ അതിനൊക്കെ ആ രീതിയിൽ ആക്ഷേപിക്കാൻ പോകുമ്പോൾ ഇതുപോലുള്ള നടപടി വേണം. പെൺകുട്ടികൾ സഹിക്കരുത്, ഇതൊന്നും സഹിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സഹിക്കാനുള്ളവരല്ല, കഷ്ടപ്പെടാനുള്ളവരല്ല. നിങ്ങൾക്കും തുല്യത അവകാശമുണ്ട്, ഇക്വാളിറ്റി. നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 14 അനുസരിച്ചുള്ള ഇക്വാളിറ്റി ഉണ്ടല്ലോ, ആ ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ദ ലോസ്. നിയമത്തിന്റെ മുമ്പിൽ തുല്യതയും നിയമങ്ങളുടെ തുല്യ പരിരക്ഷയ്ക്കും നിങ്ങൾക്കും അവകാശമുള്ളതാണ് എന്ന് മനസ്സിലാക്കണം. അതാണ് തിരിച്ചറിയേണ്ടത്. ഈ വിധി എന്തുകൊണ്ടും വളരെ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്.